നമുക്ക് ശരിക്കും നായികമാരെ അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളതിലാണ് ഏറ്റവും വലിയ പരിശ്രമം വേണ്ടി വരുന്നത്. അങ്ങനെ കണ്ടെത്താറുണ്ട്. ശരിക്കും അതിൽ ചെറിയ ദാരിദ്ര്യമുണ്ട്. അങ്ങനെ കണ്ടെത്താനുള്ള സമയം നമുക്ക് പലപ്പോഴും കിട്ടാറില്ല. കാര്യം ഒരു പ്രോജക്റ്റ് നമ്മൾ ഷൂട്ടിംഗ് തുടങ്ങാറാവുമ്പോഴാണ് പലപ്പോഴും ആർട്ടിസ്റ്റുകളെ തീരുമാനിക്കുക. അപ്പോൾ ആ ചുരുങ്ങിയ സമയത്ത് ഒരു പുതിയ നായികയെ കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ നമ്മൾ നായികമാരെ കാലാകാലങ്ങളിൽ എപ്പോഴും നല്ല നായികമാരെ കേരളത്തിലെ ഡയറക്ടേഴ്സും ക്യാമറമാനും പ്രൊഡ്യൂസേഴ്സും ഒക്കെ കണ്ടെത്താറുണ്ട്. പക്ഷേ ദാരിദ്ര്യം വരുന്ന എവിടെയെന്ന് വെച്ചാൽ ഇവർ ആദ്യത്തെ സിനിമ കഴിയുമ്പോൾ തന്നെ ഇവർ തമിഴിലേക്കും തെലുങ്കിലേക്കും വിളിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് പിന്നെ നമുക്ക് അവരെ കിട്ടില്ല. പിന്നെ അവർ തമിഴിലും തെലുങ്കിലൊക്കെ നല്ല താരങ്ങളായിട്ട് മാറും. പൊതുവേ കേരളത്തിൽ നമ്മൾ മലയാളി കുട്ടികൾ തമിഴിലേക്ക് പോകുന്നവരും തെലുങ്കിലേക്ക് പോകുന്നവരും കന്നഡയിലേക്ക് പോകുന്നവരൊക്കെ അവിടെ നമ്പർ 1 പൊസിഷനിലേക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എത്താറുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് കേരളത്തിലെ ചെറിയ സിനിമയിലേക്ക് അവർക്ക് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ ചെറിയ സിനിമ ആയതുകൊണ്ടല്ല, ഡേറ്റ് മുഴുവൻ അവിടെ ബ്ലോക്കായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വീണ്ടും ദരിദ്രരാകും ഈ കാര്യത്തിൽ. അങ്ങനെയാണ് സംഭവിക്കുന്നത്. ശരിക്കും നല്ല കുട്ടികളുണ്ട്, നല്ല കഴിവുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അവരെ കണ്ടെത്താനുള്ള സംവിധാനമില്ല ശരിക്കും. ഇനി വല്ലപ്പോഴും കണ്ടെത്തുന്നത് ഇങ്ങനെ നമുക്ക് മറ്റ് ലാംഗ്വേജുകളിലൊക്കെ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. നമ്മൾ ഇതിൽ ഞാൻ വിചാരിച്ച ദിവസങ്ങളെക്കാളും കുറച്ച് ദിവസങ്ങൾ കൂടുതലായിപ്പോയി. അപ്പോൾ അത് കണക്കൂട്ടിയിരുന്നു. ഇങ്ങനെ ഇപ്പോൾ ഡോഗ്സ് വരുമ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ സമയം എന്ന് നമുക്ക് ചാർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ ഒരു ദിവസം ഒരു 4 സീൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള ദിവസങ്ങൾ ഡോഗ്സ് വന്ന് ഒരു സീൻ എടുക്കുമ്പോഴേക്കും ആ ഒരു സീൻ തന്നെ ചിലപ്പോൾ തീർക്കാൻ പറ്റില്ല. അങ്ങനത്തെ ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ ഇതിൽ നീണ്ടു പോയിട്ടുണ്ട് ഈ ചിത്രീകരണത്തിന് വേണ്ടി. പക്ഷേ അതും മുൻകൂട്ടി ഞങ്ങളെല്ലാവരും റെഡിയായിരുന്നു അതിന് വേണ്ടിയിട്ട്. അത് ഇങ്ങനെ സംഭവിച്ചേക്കാം എന്നുള്ളൊരു ധാരണ എല്ലാവർക്കും ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. കാരണം സുരാജ് ഒരു മിമിക്രി ആർട്ടിസ്റ്റാണ്, പിന്നെ അടുത്ത സുഹൃത്താണ്. അതിനേക്കാളെല്ലാം ഉപരി ഇപ്പോൾ ഈ അവാർഡ് പ്രഖ്യാപിക്കുന്നതിന് കുറച്ച് മുമ്പ് ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂവിൽ എന്നോട് ചോദിച്ചു, നിങ്ങൾ ഈ കോമഡി താരങ്ങളെ മാത്രം, ഇതൊരു മുഴുവൻ കോമഡി നിരയും നിങ്ങളുടെ സിനിമയിലുണ്ട്, ഈ കോമഡി ആർട്ടിസ്റ്റുകളെ കാസ്റ്റ് ചെയ്യുന്നത് ഇത് കോമഡി സിനിമ ആയതുകൊണ്ടാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാനതിന് പറഞ്ഞ മറുപടി, ഒരിക്കലും സുരാജ് വെഞ്ഞാറമൂടും കലാഭവൻ ഷാജോണും ഒന്നും വെറുമൊരു കോമഡി ആർട്ടിസ്റ്റുകളല്ല. ഒരു കോമഡി ആർട്ടിസ്റ്റ് മാത്രമാണെന്ന് പറയാൻ പറ്റില്ല. അവർ മികച്ച കലാകാരന്മാരാണ്. ഏത് റോളും അനായാസം കൈകാര്യം ചെയ്യാൻ കഴിവുള്ള കലാകാരന്മാരാണ്. അവർ കോമഡി മറ്റുള്ളവരെക്കാൾ ഭംഗിയായിട്ട് അവതരിപ്പിക്കും. അതുകൊണ്ടാണ് ഇത്തരം റോളുകളിലേക്ക് അവരെ കാസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു. അത് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സുരാജ് വെഞ്ഞാറമൂടിന് ദേശീയ അവാർഡ് കിട്ടിയെന്നാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ അത് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ അത് ഇപ്പോൾ സലീം കുമാറിനായാലും സുരാജിനായാലും അത്തരം ബഹുമതികൾ തേടിയെത്തുമ്പോൾ ഇവരൊക്കെ മിമിക്രിക്കാരാണ്. മിമിക്രി എന്ന് പറയുന്ന കലാരൂപത്തെ പുച്ഛത്തോടെ കാണുന്നവർക്കുള്ള വളരെ നല്ല രീതിയിലുള്ള മറുപടിയും കൂടിയാണത്. ഓരോ ചിത്രവും അത് നമ്മളെ ഒരു സിനിമ ചെയ്തിട്ട് അത് തിയേറ്ററിലെത്തുകയും അത് ഇപ്പോൾ ഒരു കുടുംബം, പ്രത്യേകിച്ച് ഫാമിലി, കുട്ടികളും കുടുംബങ്ങളും അവർ മുഴുവൻ കുടുംബാംഗങ്ങളും ഇരുന്നിട്ട് ഒരുമിച്ച് അത് ആസ്വദിച്ച് അവർ പുറത്തിറങ്ങിയിട്ട് വളരെ സന്തോഷത്തോടെ നന്നായിരിക്കുന്നു, ഞങ്ങൾ ശരിക്കും ആസ്വദിച്ചു എന്ന് പറയുമ്പോഴാണ് ഏറ്റവും നമ്മളെ മനസ്സ് തണുക്കുന്നത്. അതുവരെ ഇങ്ങനെ ഈ ചിത്രീകരണ വേളയിലും അത് റിലീസിനോടനുബന്ധിച്ചൊക്കെ ഇങ്ങനെ ടെൻഷൻ കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് അവർക്കെല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു. അവർ ഒരു കുടുംബത്തോടൊപ്പം വന്നിട്ട് അത് ഒരുമിച്ച് എല്ലാവർക്കും വളരെ ആസ്വദിക്കാൻ കഴിഞ്ഞു എന്നറിയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. ആ സന്തോഷം ദൈവാനുഗ്രഹം കൊണ്ട് ഈ സിനിമയിലും കിട്ടി. അന്ന് പുതുക്കോട്ടയിലെ ഒരു വഴിപോക്കന് ഒരു ചെറിയ ഡയലോഗാണ് അതിൽ. അത് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ രാത്രിയായി. അപ്പോൾ യൂണിറ്റിൽ അത്യാവശ്യം അഭിനയിക്കുന്ന ആളുകളുണ്ട്. ഈ ചെറിയ റോളുകളൊക്കെ അവരൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ ഈ രാത്രി ആയതുകൊണ്ട് വേറൊരാളെ വിളിക്കാനും പറ്റില്ല. അപ്പോൾ യൂണിറ്റിലെ ഒട്ടുമിക്ക ആളുകൾ അഭിനയിച്ച് കഴിഞ്ഞു. ഇനി ആരും അഭിനയിക്കാൻ ബാക്കിയില്ല. അഭിനയിക്കാൻ അറിയാവുന്നവരൊക്കെ അഭിനയിച്ച് കഴിഞ്ഞു. അങ്ങനെ ഒരു അവിടുത്തെ ലൈറ്റ് ബോയുടെ ഒരു ജുബ്ബ ഉണ്ടായിരുന്നു. അത് വാങ്ങിയിട്ടിട്ടാണ് അന്നൊരു പാസിംഗ് ഷോട്ടിൽ അഭിനയിച്ചത്. ഇതും അതുപോലെ തന്നെ. ഇതിൽ വേറൊരു ആർട്ടിസ്റ്റിനെ ആയിരുന്നു ഇതിൽ കാസ്റ്റ് ചെയ്തിരുന്നത്. അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല ഷൂട്ടിംഗ് സമയത്ത്. അങ്ങനെ പിന്നീട് പല താരങ്ങളെയും വിളിച്ചു നോക്കി. പിന്നെ ചെറിയ റോളാണ്. പിന്നെ അതുമല്ല ഇത് ഒരുപാട് സ്ഥലങ്ങളിലായിട്ട്, കൊള്ളിമല, ഊട്ടി, ചെറിയ റോളാണെങ്കിൽ പോലും ഒരുപാട് സ്ഥലങ്ങളിലായിട്ട് ദിവസങ്ങൾ വേണ്ടി വരും. അങ്ങനെ ആരുടെ ഡേറ്റും കിട്ടിയില്ല. ഇത്രയും ദിവസങ്ങൾ കിട്ടിയില്ല. അങ്ങനെ ദിലീപാണ് ഇത് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്ന് ചോദിച്ചിട്ട് തുടങ്ങിയത്. പിന്നെ മുഴുവൻ യൂണിറ്റിൻ്റെയും മുഴുവൻ ആർട്ടിസ്റ്റുകളുടെയും ഒരു വലിയ സപ്പോർട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും എനിക്കൊരു ചെയ്തിട്ട് ശരിയായില്ല, നമുക്കിത് വേറെ ആരെങ്കിലും വിളിക്കാമെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ. പക്ഷെ ഇവരാരും സമ്മതിച്ചില്ല. എല്ലാവരും കൂടി വന്ന് ചുറ്റിനും ഇരുന്നിട്ട് അങ്ങനെ മുഴുവൻ സപ്പോർട്ടോടുകൂടി ചെയ്തതാണ്.